വെൽഫെയർ പാർട്ടിയുടെ പേരാമ്പ്ര നിയോജക മണ്ഡലം പ്രസിഡന്റ് MT അഷ്റഫാണ് നമ്മോടൊപ്പം ഉള്ളത്. അദ്ദേഹം ഇന്ന് സംസാരിക്കുന്നത് പേരാമ്പ്ര അസംബ്ലി നിയോജക മണ്ഡലത്തിലെ ഈ വെൽഫെയർ പാർട്ടി UDFനെ പിന്തുണക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച നടക്കുന്നുണ്ടല്ലോ. ആ ചർച്ചയെക്കുറിച്ച് ഒന്ന് പ്രതികരിക്കാൻ വേണ്ടി എന്താണ് അഷ്റഫ്, എന്താണ് ഇതിനെക്കുറിച്ച് ഒന്ന് പറയാനുള്ളത്, അതിൻ്റെ ഒരു പശ്ചാത്തലം? പ്രത്യേകിച്ച് പേരാമ്പ്ര നിയോജക മണ്ഡലത്തിലായിട്ട് വെൽഫെയർ പാർട്ടിക്ക് പ്രത്യേകിച്ചൊരു തീരുമാനമില്ല. ഞങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളതുപോലെ കേരളത്തിലെ ഈ പ്രാവശ്യത്തെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ പാർട്ടി വളരെ കൃത്യമായ ഒരു നിലപാട് കൈക്കൊണ്ടിട്ടുണ്ട്. അത് സംസ്ഥാന പ്രസിഡന്റ് വാർത്താ സമ്മേളനം വിളിച്ച് വളരെ കൃത്യമായ രീതിയിൽ അത് അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ പാർട്ടി പ്രവർത്തകന്മാർക്കും ആ അടിസ്ഥാനത്തിൽ കൺവെൻഷനുകളും കാര്യങ്ങളും നടത്തി വളരെ കൃത്യമായ നിലപാടാണ് പാർട്ടി ആ വിഷയത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. സവിശേഷമായ ഒരു സാഹചര്യത്തിലാണ് കേരള നിയമസഭാ ഇലക്ഷൻ നടക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ BJP കരുത്താർജിക്കുകയും അതേപോലെ തന്നെ CPMമായിട്ട് BJP ഡീൽ ഉണ്ട് എന്നുള്ള ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരവസരത്തിൽ കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ BJP വലിയൊരു ശക്തിയായി മാറാനുള്ള സാഹചര്യം നിലവിൽ വരിച്ചുകൊണ്ടിരിക്കുന്ന CPM അധികാരത്തിൽ വരികയാണെങ്കിൽ ഉണ്ടാവും. അത് മാറ്റിക്കൊണ്ട് ഈ പ്രാവശ്യം UDFന് പിന്തുണ കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. സംസ്ഥാനത്തെ എല്ലാ മണ്ഡലങ്ങളിലും അങ്ങനെയാണോ? സംസ്ഥാനത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും അങ്ങനെയാണ്. പക്ഷേ സവിശേഷമായി BJPക്ക് വിജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ അവിടുത്തെ സാഹചര്യം അനുസരിച്ച് അത്തരത്തിലുള്ള 5-6 മണ്ഡലങ്ങളുണ്ട്. അവിടെ അതിൻ്റെ അടുത്ത് നമ്മൾ തീരുമാനമെടുക്കും. അവിടെ ആർക്കാണോ മേധാവിത്വമുള്ളത് ആ മുന്നണിക്കാണ് നമ്മൾ വോട്ട് ചെയ്യുക. പക്ഷെ കേരളത്തിലെ ചില മാധ്യമങ്ങളും അതുപോലെ തന്നെ പേരാമ്പ്രയിലെ LDFകാരും പ്രചരിപ്പിക്കുന്നത് പേരാമ്പ്രയിൽ മാത്രം വെൽഫെയർ പാർട്ടി UDFനെ പിന്തുണയ്ക്കുന്നു എന്നുള്ളൊരു രീതിയിലാണല്ലോ അവരുടെ പ്രചാരണം. ഇല്ലല്ലോ, വളരെ കൃത്യമായിട്ടാണല്ലോ നമ്മുടെ അത് നൽകിയിട്ടുള്ള പാർട്ടി വളരെ കൃത്യമായിട്ടാണ് അതിൻ്റെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിൻ്റെ കൃത്യമായ പാർട്ടി ലഘുലേഖകൾ തന്നെ പ്രസിദ്ധീകരിച്ച് കേരളത്തിലുടനീളം വിശദീകരിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് പാർട്ടി പിന്തുണ കൊടുക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നേരത്തെ ഈ വെൽഫെയർ പാർട്ടി 2011 ഉണ്ടാക്കുന്നതിന് മുമ്പ് ജമാഅത്തെ ഇസ്ലാമി ആയിരുന്നു രാഷ്ട്രീയകാര്യം തീരുമാനിച്ചിരുന്നത്. അപ്പോൾ ഒരു കാലത്തും ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് LDFന് ബന്ധമില്ലായിരുന്നു എന്ന രീതിയിൽ അവർ പ്രചരിപ്പിക്കുന്നുണ്ടല്ലോ, അതിലെന്താണ്? ജമാഅത്തെ ഇസ്ലാമി അല്ല, വെൽഫെയർ പാർട്ടി രൂപീകരിച്ചുമുള്ള അത് രൂപീകരിച്ചതിന് ശേഷം LDFുമായിട്ട് നമ്മൾ പിന്തുണ നൽകുകയും പ്രത്യേകിച്ച് നമുക്ക് പേരാമ്പ്ര നിയോജക മണ്ഡലത്തിൽ ചങ്ങരോത്ത് പഞ്ചായത്തിൽ നമുക്ക് 2 പാർട്ടി മെമ്പർമാർ ഫസ്റ്റിൽ തന്നെ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അന്ന് നമ്മൾ CPMമായിട്ടും ഇടതുപക്ഷമായിട്ട് വളരെ ചേർന്ന് നിന്നുകൊണ്ടാണ് പ്രവർത്തിച്ചത്. അവിടെ നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കുകയും ഒരുമിച്ച് കൂടിയിട്ടുകയും ആഹ്ലാദ പ്രകടനങ്ങളൊക്കെ വളരെ ഒരുമിച്ച് മുന്നോട്ട് കൂടുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ വല്ല തെളിവും ഉണ്ടോ? വീഡിയോ അതൊക്കെ അന്ന് ചാനലുകളിലുണ്ട്, അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയിലുണ്ട്. അന്നത് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം ഉണ്ടായില്ല. പക്ഷെ UDFായിട്ട് സഖ്യം ഉണ്ടായപ്പോൾ അതിന് വ്യാപകമായിട്ട് പ്രചരിക്കുന്നുണ്ട്. എത്ര സീറ്റ് കിട്ടി? അന്ന് 2 സീറ്റ് ഉണ്ടായിരുന്നു നമുക്ക് ചങ്ങരോത്ത് പഞ്ചായത്തിൽ വെൽഫെയർ പാർട്ടി. അതെ. നമ്മുടെ മങ്കട ഒക്കെ ഈ സമാനമായ രീതിയിൽ ആഹ്ലാദ പ്രകടനം പങ്കെടുക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും ആ ചിത്രങ്ങൾ. അതേ രീതിയിൽ തന്നെ ചങ്ങരോത്ത് പഞ്ചായത്തിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സവിശേഷ സാഹചര്യം എന്ന് പറയുന്നത് നമ്മൾ പാർട്ടി വിശദീകരിച്ചിട്ടുള്ളത് BJP ആഗ്രഹിക്കുന്നത് കേരളത്തിൽ നിന്ന് കോൺഗ്രസിനെ നിഷ്കാസനം ചെയ്യുക എന്നുള്ളതാണ്. അടുത്ത ഒരു ഘട്ടം തെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്ക് കോൺഗ്രസിനെ നാമാവശേഷമാക്കുകയും അടുത്ത ഘട്ടം തെരഞ്ഞെടുപ്പിൽ BJP മുന്നണി അധികാരത്തിൽ വരികയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം കേരളത്തിൽ ഉണ്ടാക്കിയെന്നുള്ളത്, അതിനെ തടയുക എന്നുള്ളത് പാർട്ടി ലക്ഷ്യമാക്കുന്നു. അതാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അത് പേരാമ്പ്രയിലും ബാധകമാണ്. പേരാമ്പ്രയിലും ആ രീതിയിൽ തന്നെയാണ് പ്രചരണങ്ങൾ നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ നേരത്തെ LDFനെ പിന്തുണച്ചു, ഇപ്പം UDFനെ പിന്തുണയ്ക്കുന്നു. അപ്പോഴൊന്നും മുന്നണിയുടെ ഒരു ഭാഗമായിരുന്നോ ഈ വെൽഫെയർ പാർട്ടി? വെൽഫെയർ പാർട്ടി ഇതുവരെ ഒരു മുന്നണിയും ഭാഗമായിട്ടില്ല. കാരണം നമ്മുടെ സാമൂഹിക നീതിയുടെ രാഷ്ട്രീയമായിട്ട് നമ്മുടേതായ കൃത്യമായ പാർട്ടി പരിപാടികളുമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സാമൂഹ്യ നീതിയുടെ രാഷ്ട്രീയം കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ടാണ് പാർട്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ട എല്ലാവിധ ശ്രമങ്ങളും പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ചില നീക്കുപോക്കുകൾ പാർട്ടി മുന്നേറുന്നത്. കാരണം ഇന്ത്യയിൽ ഫാസിസം പിടിമുറുക്കുന്ന ഒരു ഘട്ടത്തിൽ
അതിൽ നിന്ന് പിന്നെ ആ രാജ്യത്തെയും ജനങ്ങളെയും രക്ഷിക്കുക എന്നുള്ളത് തീർച്ചയായും പാർട്ടി മുഖ്യ വിഷയമായി എടുക്കുന്നുണ്ട്. കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും UDF-നെ പിന്തുണയ്ക്കുന്നു. അപ്പം ഈ വെൽഫെയർ പാർട്ടി സ്വന്തമായിട്ടുള്ള പ്രചരണങ്ങൾ നടത്തുന്നുണ്ടോ എല്ലാ സ്ഥലത്തും? അതെ, പരമാവധി വോട്ട് സമാഹരിക്കാൻ തന്നെയാണ് പാർട്ടിയുടെ തീരുമാനം. പരസ്യമായിട്ട് തന്നെ ജനങ്ങളോട് UDF-ന് വോട്ട് ചെയ്യാൻ വേണ്ടി പാർട്ടി അഭ്യർത്ഥിക്കുന്നുണ്ട്. അതിനുവേണ്ടിയുള്ള ലഘുലേഖകൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. പാർട്ടി മണ്ഡലം തലത്തിലും പഞ്ചായത്ത് തലത്തിലും കൺവെൻഷനുകൾ നടത്തുന്നുണ്ട്. ആ രീതിയിൽ നല്ല പ്രചരണം പാർട്ടി നൽകുന്നുണ്ട്. അത് പാർട്ടിയുടെ തീരുമാനമായിട്ട് നടക്കുന്നതാണ്. അല്ലാതെ ഇവിടെ പ്രചരിപ്പിക്കപ്പെടും പോലെ UDF-ന് വേണ്ടിയോ അല്ലെങ്കിൽ ഫാത്തിമ തഹ്ലിയയ്ക്ക് വേണ്ടിയോ കൺവെൻഷൻ നടത്തുന്ന പരിപാടികളൊന്നും പാർട്ടിക്കില്ല. അത് പാർട്ടി കൃത്യമായി നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത ആ ഡേറ്റുകളിലും കാര്യമായി കൃത്യമായിട്ടും പരിപാടികൾ നടന്നു വരുന്നുണ്ട്. UDF-നെ വിജയിപ്പിക്കാൻ തന്നെയാണ് പാർട്ടിയുടെ തീരുമാനം. പേരാമ്പ്രയിൽ പ്രത്യേകമായിട്ടുള്ള ഒരു ചർച്ച ചെയ്തതെന്ന് വെച്ചാൽ ഈ വെൽഫെയർ പാർട്ടിയുടെ കൺവെൻഷനിൽ സ്ഥാനാർത്ഥി വന്നില്ല, പേര് വെച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞ ഒരു സംഭവമുണ്ട്. അപ്പൊ അതില് പാർട്ടി എന്താണ്, അത് പാർട്ടി ക്ഷണിച്ചിട്ട് വരാതിരുന്നതാണോ, അല്ലെങ്കിൽ ആ ഒരു വിഷയത്തില് എന്താണ് പാർട്ടിയുടെ പറയാനുള്ളത്? പാർട്ടി കൺവെൻഷൻ നേരത്തെ തന്നെ ഫിക്സ് ചെയ്തതാണ്. അവർക്ക് വേണ്ടി പാർട്ടി കൺവെൻഷൻ നടത്തിയല്ല. അവരുടെ സൗകര്യപ്രദമുണ്ടെങ്കിൽ ആ പാർട്ടി കൺവെൻഷനിൽ അവർക്ക് പങ്കെടുക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഫാത്തിമ തഹ്ലിയ അല്ലെങ്കിൽ സ്ഥാനാർത്ഥി വെൽഫെയർ പാർട്ടിയുടെ കൺവെൻഷനിൽ പങ്കെടുക്കാതിരിക്കുകയോ എന്നുള്ളത് പാർട്ടി കൺവെൻഷനെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമല്ല. പാർട്ടി കൺവെൻഷൻ വിളിച്ചു ചേർത്തിട്ടുള്ളത് പാർട്ടി പ്രവർത്തകന്മാർക്ക് പാർട്ടിയുടെ നിലപാട് വളരെ കൃത്യമായിട്ട് വിശദീകരിക്കുക എന്നുള്ള അർത്ഥത്തിൽ മാത്രമാണ്. അത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർ വരികയോ പോവുകയോ എന്നത് പാർട്ടിയെ സംബന്ധിച്ചൊരു വിഷയമുള്ള കാര്യമല്ല.